ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്ക്സിന്റെ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ്. ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ കുറേ കാലമായിട്ട് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾ ഓൾറെഡി ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഡിലൈറ്റ് അക്കൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഓൾറെഡി കസ്റ്റമർ ആണെങ്കിൽ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏതൊക്കെ കാർഡുകളാണ് ഞാൻ പറയാം. എനിക്ക് ആക്ച്വലി ഡിലൈറ്റ് അക്കൗണ്ട് ബേസിസ് നമുക്ക് 2 കാർഡ് ഓൾറെഡി പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഇൻകം പ്രൂഫ് ഒരു സംഭവം വേണ്ട, ഇൻസ്റ്റന്റ് അപ്രൂവലാണ്. നമുക്ക് അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4 lakhs വരെ നമുക്ക് ലിമിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നമുക്ക് ഓപ്ഷൻസ് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് അത് പ്രീ അപ്രൂവൽ ഓഫറായിട്ട് വന്നതാണ്. അതല്ലാണ്ടും നിങ്ങൾക്ക് ഓൾറെഡി കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി കസ്റ്റമർ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് കൊടുത്തത്. ആക്ച്വലി എനിക്ക് കിട്ടിക്കുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പ്ലാറ്റിനം കാർഡും പിന്നെ ലെജൻഡ് കാർഡുമാണ് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. ഒരെണ്ണം റൂപേ വേരിയന്റും ഒരെണ്ണം വിസ കാർഡാണ്. വിസയാണ് മാസ്റ്റർ കാർഡാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പ്ലാറ്റിനം റൂപേ ക്രെഡിറ്റ് കാർഡ്. അത് നിങ്ങൾക്ക് രണ്ടും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. ഇതിൽ നമുക്ക് ബുക്ക് മൈ ഷോ ബൈ 1 get 1 ഓഫറൊക്കെ ഉണ്ട്. 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 1.5 റിവാർഡ് പോയിന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെജൻഡ് കാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ബൈ 1 get 1 മൂവി ഓഫർ ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് ലോഞ്ചസും പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബേസ്ഡ് അപ്പോൺ സ്പെൻഡിങ് ആണ്. പിന്നെ ഇത് ഈ ലെജൻഡ് കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലോഞ്ച് ചെയ്തത് ഒരു പ്രീമിയം കാർഡ് പോലെ ഒരു കാർഡൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെയാണ് അത് ലൈഫ് ടൈം ഫ്രീ ആയത്. ഇപ്പം മിക്ക എല്ലാ കാർഡും അവർ ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെ പ്ലാറ്റിനം ഓറ എഡ്ജ് കാർഡും അതും നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സും പാൻലൂൺസിൻ്റെയും ബാറ്റ റേമണ്ട്സിൻ്റെയൊക്കെ ഗിഫ്റ്റ് വൗച്ചേഴ്സും അതുപോലെ തന്നെ 4 സേവിങ് പോയിന്റ്സ് ആണ് പെർ 100 rupees സ്പെൻഡ് സൈഡ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇവരുടെ നമ്മുടെ ഈസി ഡൈനർ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ എടുക്കാറുണ്ട്. ഈസി ഡൈനർ സ്വിഗ്ഗി പോലത്തെ ഒരു ഫുഡ് കാർഡാണ്. അതും നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇപ്പോൾ 0 balance ആയിട്ട് കിട്ടുന്നുണ്ട്. 0 ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, 0 ചാർജ് ആയിട്ട്. നമുക്ക് 3 മാസത്തെ ഈസി ഡൈനർ പ്രൈം മെമ്പർഷിപ്പും 500 ഈസി പോയിന്റ്സ് ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ഡൈനർ ആപ്പ് ത്രൂ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിൻ്റെയൊക്കെ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റിസൾട്ട് ആപ്പിൻ്റെ റെഫറൽ ലിങ്കുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രീമിയം കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ ഓഫറിൽ നമുക്ക് ജോയിൻ ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ റിന്യൂവൽ ഫീസ് ഇല്ല. പിന്നെ ലൈഫ് ടൈം ഫ്രീ ആണ്. പക്ഷേ ഫസ്റ്റ് ഒരു ഫ്രീ ഉണ്ട് കേട്ടോ. ഇതിന് 3499 പ്ലസ് GST ആണ് ചാർജ് വരുന്നത്, ഫസ്റ്റ് ഇനീഷ്യൽ ചാർജ്. പിന്നെ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഈസി ഡൈനർ തന്നെ അതിൻ്റെ ഒരു പ്രീമിയം കാറ്റഗറി വരുന്നുണ്ട്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 2000 രൂപയൊക്കെ ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സിഗ്നേച്ചർ കാർഡ് ഉണ്ട്, 50,000 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ അതും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച്. പിന്നെ ഒക്കെ പ്രീമിയം കാർഡാണ്, സെലക്ട് കാർഡ്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ടൈഗർ ക്രെഡിറ്റ് കാർഡാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ തന്നെയാണ്, ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്, റൂപേ വേരിയൻ്റ് ആണ്. നമുക്ക് 6 റിവാർഡ് പോയിന്റ്സ് പെർ 100 rupees സ്പെൻസ് കിട്ടുന്നുണ്ട്. 2 ഫ്രീ മൂവി ടിക്കറ്റ്സ് ഓൺ ബുക്ക് മൈ ഷോ പെർ ഇയർ കിട്ടുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ കാർഡാണ് കേട്ടത്. ഇത് അത്യാവശ്യം കാർഡാണ്. നമുക്ക് നമ്മുടെ എയർപോർട്ട് ലോഞ്ചേഴ്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നുണ്ട്. സ്പെൻഡ് ബേസ്ഡ് ആയിട്ടല്ല ഇപ്പോൾ, പക്ഷേ ആ സംഭവമൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഷോർട്ടായിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെങ്തി ആയിട്ട് എല്ലാം പറയാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ കാർഡ് കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ ഓൾറെഡി നമ്മളതിൻ്റെ അൺബോക്സിങ്ങും സംഭവമൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരണ്ടാന്ന് വിചാരിക്കുന്നു. പ്ലാറ്റിനം കാർഡ് ആയാലും നിങ്ങൾക്ക് ഫിസിക്കൽ കാർഡ് കിട്ടും കേട്ടോ. റൂപേ വിർച്വൽ കാർഡ് മാത്രമല്ല, ഫിസിക്കൽ കാർഡും രണ്ടും കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഇതാണ് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലെജൻഡ് കാർഡ് ഉണ്ട്. ഇതൊരു ഗ്ലെയറൊക്കെ വരുന്നൊരു കാർഡ് ഉണ്ട്. പിന്നെ നമുക്ക് പ്ലാറ്റിനം കാർഡും ഉണ്ട്. അത് ഇവിടെ പോയി കൊടുക്കുകയാണാവും. ഇതുവരെ സംഭവം എന്ന് വെച്ചാൽ നമുക്കിത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ തന്നെ മിക്ക കാർഡുകളും നമ്മൾ അഡീഷണൽ കാർഡ് എടുക്കുമ്പോൾ ഷെയർ ലിമിറ്റ് ആണ്. അപ്പോൾ ഷെയർ ലിമിറ്റ് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ ഒരു ലിമിറ്റ് അപ്രൂവൽ വരുമല്ലോ. അതിന് നമുക്ക് അഡീഷണൽ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആക്ച്വലി ടോട്ടൽ 4 lakhs ആണ് ലിമിറ്റ് കിട്ടിയത്. ഞാൻ ആക്ച്വലി നമ്മുടെ പ്ലാറ്റിനം കാർഡിന് ലിമിറ്റ് കൊടുത്തത് 1 lakh ആണ്. അതായത് UP ക്രെഡിറ്റ് കാർഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിന് 1 lakh എടുത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ 1 lakh ഇതിന് പോവും, 3 ലക്ഷം ഇതിന് പോവും. മറ്റേൻ്റെ പോലെ ഇല്ല, രണ്ടും ഒരേ സംഭവം കാണിക്കുന്ന പരിപാടി അല്ല. ഇതിൽ സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാർഡ് കാണാനില്ല. നിങ്ങൾ ഓൾറെഡി നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഇത് ആക്ച്വലി കാണിച്ചു തരാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വയ്ക്കാത്തത് കേട്ടോ. ഇതായിരുന്നു ഇവരുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് അക്കൗണ്ട് ബേസിസ് ATM കാർഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിലാണ് നമുക്ക് പ്രീ അപ്രൂവൽ ഓഫറും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ആ അക്കൗണ്ട് ഉണ്ടായാൽ മതി. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഡിലൈറ്റ് അക്കൗണ്ടിന് അല്ല, അപ്പോൾ അതിൻ്റെ പേര് 0 balance അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു പേരൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കും കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനലുണ്ട്, മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം.